ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ശിവാജി നഗറിൻ്റെ മറ്റൊരു സൈഡായ റസൽ മാർക്കറ്റും പിന്നെ ചാന്ദിനി ചൗക്കും ആണ് കാണിച്ചു തരുന്നത്. റസൽ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ ഒരു വൈറ്റ് കളറിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. 1927 ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത്. അന്നത്തെ മുനിസിപ്പൽ കമ്മീഷണറായ റസലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ പ്രദേശം കംപ്ലീറ്റ് ഏകദേശം പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, മീറ്റ്, ഇതാണ് മെയിനായിട്ട് ഇവിടെയുള്ള ഒരു എല്ലാവരും കച്ചവടം ചെയ്യുന്നത്. ഏകദേശം പെരുന്നാൾ ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ ആളുകൾ കൂടും. കാരണം എന്താ വെച്ചാൽ ഇവിടെ മെയിനായിട്ട് കബാബ് കാര്യങ്ങളൊക്കെ ഫേമസ് ആണ്. ലോക്കലായിട്ട് സെല് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഭയങ്കര ആളുകളാണ്. പക്ഷേ ഈ റസൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പൊതുവെ ആളുകൾ പുറത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ് കാണുന്നത്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഫ്രൂട്ട്സ് ആണ് മെയിനായിട്ട് ഈ ഒരു സൈഡിൽ കാണുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നുണ്ട്, പക്ഷേ കണ്ടിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന മാതിരിയുണ്ട്. കാരണം അവിടെ ബോർഡുകളൊക്കെ വളരെ പഴയതായിട്ടാണ് എഴുതി വെച്ചത്. അതായത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കണ്ടിട്ട് ആ ബോർഡിൻ്റെ പുതിയ രീതിയിലുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഈ കണ്ടോ, ഇവിടെയൊക്കെ വലിയ വലിയ പൂമാലകളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല സ്മെല്ലാണ് ഇവിടെ. ഒരു സൈഡിൽ പൂക്കളെടുത്ത് നല്ല സ്മെല്ലാണ്. കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മീറ്റിൻ്റെ ഒക്കെ വേറൊരു സ്മെല്ലുണ്ട്. ഇപ്പോൾ ഇതാ കണ്ട അനൂസ് ഡയറി, ഈ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ആണ് ഇതിന് ചുറ്റും. ഇതൊരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ സെൻട്രൽ പോർഷനിൽ വരുന്നത്. അവിടെയൊക്കെ ബീഫ് സ്റ്റോളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കണ്ട ചുറ്റുമുള്ള ബോർഡ് ഇത് ഈ ഒരു കട മാത്രം ഷട്ടറുള്ളതുണ്ട്. മുരളീസ് ബട്ടർ, ഇതൊക്കെ പഴയ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വളരെയധികം പഴയ കാലത്തുള്ള ഷോപ്പുകളാണ്. ഇപ്പോൾ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനിതൊരു സൺഡേ ആണ് പോയത്, പക്ഷേ ഇത് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. ചിലപ്പം വർക്കിംഗ് ഡേയ്സ് ഓപ്പൺ ആകുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് അവിടെയൊക്കെ കുറേ കാലിയുള്ള സ്ഥലങ്ങളാണ്. കുറേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചിക്കൻ സ്റ്റോൾ, ബീഫ് സ്റ്റോളൊക്കെ വരുന്നുണ്ട്. KG നായിഡു ആൻഡ് സൺസ് ബട്ടർ ആൻഡ് ഗീ മർച്ചൻറ്റ്, ഏകദേശം നല്ല രീതിയിൽ പഴുത 1905 നീലഗിരീസ് പ്രൊഡക്ട്സ് കണ്ടോ. ഇതൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ അന്ന് മുതലേ ഉള്ളതാണ്. ഇപ്പോഴും അതുപോലെ എഴുതി കൊണ്ട് വെക്കുകയാണോ എന്ന് അറിയില്ല. എന്തായാലും അത്രയും പഴയതാണ്. കണ്ടോ, ഈ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും മാർക്കറ്റ് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. എന്തായാലും ഇത് വെറുതെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വേറെ ആളുകൾ കയറി അത് സാമൂഹ്യ വിരുദ്ധര ഒരു ശല്യമായിട്ട് മാറാനുള്ള ഒരു സ്ഥലമായി പോയേനെ. എന്തായാലും മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കിതാ ഈ ചാന്ദിനി ചൗക്കിൻ്റെ സൈഡാണ്. ഒരു സൈഡ് ശിവാജി നഗർ, മറ്റേ സൈഡ് ചാന്ദിനി ചൗക്ക്. ഈ ചാന്ദിനി ചൗക്കിൻ്റെ സ്ട്രീറ്റിലേക്ക് ഇങ്ങോട്ട് കയറിയാൽ തന്നെ രണ്ട് സൈഡിലും ഫുള്ള് ഈ കബാബിൻ്റെ ഒരു സ്റ്റാളുകളാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷേ പഴയ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ പെരുന്നാൾ ടൈമൊക്കെ ആകുമ്പം ഈ സ്റ്റാളുകൾ തന്നെ കൂടുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴും ഉണ്ട് പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ, മീറ്റ് പ്രൊഡക്ട്സ് കംപ്ലീറ്റ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ പല കളറിൽ, പച്ച, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ് കളറൊക്കെ ആഡ് ചെയ്തിട്ട് പല വെറൈറ്റിയിൽ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളവിടുന്ന് കബാബൊന്നും കഴിച്ചില്ല, പക്ഷേ ആളുകളൊക്കെ പൊതുവേ റെക്കമെൻഡ് ചെയ്തിട്ട് ലോക്കലായിട്ടുള്ള ഫുഡാണ്. അപ്പം ആളുകൾക്ക് താല്പര്യം കഴിക്കുക. എന്തായാലും അവിടെ ഉള്ള ആളുകളൊക്കെ എന്തായാലും ഓരോ സ്റ്റാളിലും ഫുൾ ആളുകൾ കാണുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ആളുകൾ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും ആളുകൾ എന്തായാലും ഓരോ സ്റ്റാളിലും ഉണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ കടയിൽ നല്ല ചൂടുള്ള സമൂസ ലൈവായിട്ട് പൊരിച്ച് കൊടുക്കുകയാണ്. സമൂസ മാത്രമല്ല പലതരത്തിലുള്ള എണ്ണക്കടികളും അവിടുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫേമസ് അവിടെ സമൂസയാണെന്ന് തോന്നുന്നു. അവിടെ ലൈവായിട്ട് പൊരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുവിധ ഷോപ്പിലൊക്കെ ബട്ടർ മിൽക്ക് അവൈലബിൾ ആണ്. അധികം ആളുകളും അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ജിലേബി, കറുത്ത കളറിലുള്ള ജിലേബി ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്തു. നല്ല മധുരത്തിൻ്റെ ഒരു കട്ട തന്നെ, ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം. നമ്മളെ ജിലേബിയിൽ നിന്നും ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം. ഇവിടെ പാലിൻ്റെ പല പ്രൊഡക്ട്സും ഉണ്ട്, ഗുലാബ് ജാമ്, പലതരത്തിലുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അപ്പം ഇതുപോലത്തെ പലതരത്തിലുള്ള ഷോപ്പുകൾ, വെറൈറ്റി ഷോപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ചാന്ദിനി ചൗക്കിലേക്ക് വരാം. മെയിനായിട്ട് കബാബിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ചാന്ദിനി ചൗക്ക്. കണ്ടില്ലേ, നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ് കയറി. ഇവിടെ പലതരത്തിൽ ബോട്ടി, പായ, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ആളുകൾ റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്. എന്തായാലും നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ പുറത്തേക്ക് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ ലസ്സി കൊടുക്കുന്നുണ്ട്. ലസ്സി ഞങ്ങളൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ പൊതുവേ ലസ്സി ഷോപ്പുകൾ കൂടുതലാണ്. ഇവിടെയുള്ളവർ അധികം ലസ്സി കുടിക്കാറുണ്ട്. ഫ്രൂട്ട് ഫ്ലേവേർഡ് ലസ്സികളൊക്കെ അധികമായിട്ട് സ്റ്റോൾ കാണാറുണ്ട്.
അപ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങി. സ്റ്റാൾ കുറച്ച് അങ്ങോട്ട് പോകുന്തോറും കുറവാണ്. ജസ്റ്റ് ആ ചാന്ദിനി ചൗക്കിലേക്കുള്ള കയറുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ കണ്ട ഷോപ്പുകളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഇവിടെയൊക്കെ പണ്ട് സ്റ്റാളുകൾ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ അങ്ങനെ സ്റ്റാള് അധികമില്ല, കുറവായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഐ ലവ് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞിട്ട് ശിവാജി നഗർ എന്നുണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ശിവാജി നഗർ എഴുതി. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയെങ്കിലും അവിടേക്കുള്ള സ്റ്റാളുകൾ കുറവാണ്. ഇത് നമ്മൾ വേറൊരു ചാന്ദിനി ചൗക്കും ശിവാജി നഗറിൻ്റെ ഇടയിൽ വേറൊരു ചെറിയൊരു ഇട കണ്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെയുള്ള ഒരു ഇടയാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് കയറി നോക്കിയത് അവിടെ ഫുള്ള് ഒരു ഭാഗത്ത് ചിക്കൻ വെട്ടുന്നുണ്ട്, മറുഭാഗത്ത് പൊരിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ സൈഡാണ്. പക്ഷേ വൃത്തിൻ്റെ കാര്യം നോക്കിയാൽ വളരെ ഒരു കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സ്മെല്ലും വളരെയധികം ബാഡായിരുന്നു. ഈ ഒരു പ്രദേശത്ത് കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭീകര അന്തരീക്ഷമാണ്. ഒന്നാമത് രണ്ട് സൈഡിലും ഫുൾ ആളുകൾ നമ്മളങ്ങോട്ട് വിളിച്ച് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ആളുകളൊക്കെ ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പം. കാരണം ഒരു ഭാഗത്ത് ഇറച്ചി വെട്ടുന്നുണ്ട്, മറുഭാഗത്ത് ഇത് ഫുഡാക്കി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് അവിടെ ഉള്ളത് മൊത്തം. മുന്നോട്ട് എന്താണെന്ന് നമ്മൾ പോയി നോക്കി. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ വേറൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഇതേപോലെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് ഈ ചാന്ദിനി ചൗക്കിലും ശിവാജി നഗറിൻ്റെ കാണിക്കാനുള്ളത്. ശിവാജി നഗറിൽ നമ്മൾ വേറൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ അവിടെ ഫുൾ മാർക്കറ്റാണ്. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ കുറച്ച് സ്റ്റാളുകളും കുറേ മീറ്റ് ഷോപ്പുകളാണ് ഇവിടെ മെയിനായിട്ട് കാണാറുള്ളത്. വേറെ ഒന്നും തന്നെയല്ല.